നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമുക്ക് ഇന്ന് അടുത്ത ബാച്ച് വിരിഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് 9 കുഞ്ഞുങ്ങളെയാണ് ഇപ്രാവശ്യം വിരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരൊട്ടും വൈകാതെ തന്നെ താഴെ ബ്രൂഡർ സെറ്റപ്പിലേക്ക് മാറ്റുകയാണ്. അവിടെ കൊണ്ട് ഇട്ടതിന് ശേഷം തീറ്റയും വെള്ളമൊക്കെ കൊടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പും മഞ്ഞളും ഉലുവയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തൊരു വെള്ളം കൂടെ കൊടുക്കാനുണ്ട്. അതാണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന് തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം 1-2 പേരവിടെ ഇച്ചിരി ഒന്ന് വീക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലർട്ട്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് കൂകി വിളിച്ചൊക്കെ നോക്കിയെങ്കിലും ചിലരൊക്കെ ഒന്ന് ഡൗൺ ആയി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് പ്രത്യേകം കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അവരുടെ വളർച്ച എങ്ങനെ വരുമെന്ന് നമുക്ക് പുറവേ നോക്കി അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഓണ സമയമായിട്ട് നമുക്ക് മഴ തോർന്നിട്ടില്ല. വീണ്ടും വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. നമ്മൾ നേരത്തെ താമര വളർത്താൻ വേണ്ടി മീൻപെട്ടിയിൽ മേടിച്ചിട്ടിരിക്കുന്നതിനകത്ത് നമ്മൾ അസോള എന്ന് പറയുന്ന കുറച്ച് ചെടി കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് ശരിക്കും അസോളയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ ഇത് ഡക്ക് വീടെന്നാണ് തിരിച്ചറിയാൻ പറ്റിയത്. അങ്ങനെ എന്തായാലും അതെല്ലാം കൂടെ കുഴച്ച് നമ്മൾ ഇന്ന് തീറ്റയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവർ എത്രത്തോളം ഇതിനെ കഴിക്കുമെന്നും കഴിക്കത്തില്ല എന്നും നമുക്ക് കണ്ടറിയാനുണ്ട്. അവർക്ക് എന്തായാലും നമ്മൾ ഇതും നമ്മുടെ സ്റ്റാർട്ടർ തീറ്റയും കൂടെ മിക്സ് ചെയ്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുട്ടയിടാനായിട്ട് ഇരിക്കുന്നതും കണ്ടു. അപ്പോൾ ഇന്നത്ര മുട്ട കിട്ടുമെന്നും നമുക്കിന്ന് കണ്ടറിയാനുണ്ട്. അങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും കോഴി വളർത്താനും കോഴികളെ ഇഷ്ടമുള്ളവരെങ്കിലും ദയവായി ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.